ഭരണകക്ഷിയിൽപ്പെട്ട MLA-മാർക്കൊക്കെ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സ്വരമാണ്. VD സതീശനോ സുരേന്ദ്രനോ ഒക്കെ പറയേണ്ട കാര്യങ്ങളാണ് ഭരണപക്ഷത്തെ MLA-മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ MLA പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അംഗപ്പുറപ്പാട് അത് കണ്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. അത് ഒരു വശത്തുണ്ട്. PV അൻവറിൻ്റെ ഈ നിയമ പോരാട്ടത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ടാണ് U പ്രതിഭ MLA രംഗത്ത് വരുന്നത്. U പ്രതിഭ നമുക്കറിയാം CPM-ന്റെ വനിതാ മുഖമാണ്. അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ അല്ലെങ്കിൽ മുകേഷിനെതിരെ നടന്ന സമരങ്ങളിലോ മുകേഷിനെതിരെ നടന്ന ആരോപണങ്ങളിലോ ഒക്കെ അവർ മൗനം പാലിച്ചുവെങ്കിലും ഇപ്പോൾ അവർ പറയുന്നു PV അൻവറിൻ്റെ സത്യസന്ധതയുള്ള വാക്കിന് തൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടെന്ന് അവർ കുറിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് മന്ത്രി, പൊതുമരാമത്ത് മന്ത്രിയാണ്, ടൂറിസം മന്ത്രിയാണ്. അദ്ദേഹവും ഇത് തന്നെ പറയുന്നു. ഉപ്പ് തിന്നവർ ആരായാലും വെള്ളം കുടിക്കും. ഒരിക്കലും തെറ്റുകാരെ അല്ലെങ്കിൽ തെറ്റിനെ ശരിയായി തന്നെ മനസ്സിലാക്കി അതിനെ തിരുത്തും. അല്ലാതെ ഇടതുപക്ഷം ഒരിക്കലും തെറ്റുകാർക്കൊപ്പം നിൽക്കുകയില്ലെന്ന ശക്തമായ സന്ദേശമാണ് മുഹമ്മദ് റിയാസ് മന്ത്രിയും പറയുന്നത്. അതുപോലെ KT ജലീൽ, മുൻ MLA കാരാട്ട് റസാഖ്, ഇവരൊക്കെ ശക്തമായ പ്രതിഷേധവുമായി അല്ലെങ്കിൽ വാക്കുകളുമായി തന്നെയാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കിലല്ല ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഒട്ടനവധി അതിജീവിതമാർ, നടിമാർ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് മുകേഷ് MLA, CPM-ന്റെ MLA ആയ മുകേഷ് പ്രതി ചേർക്കപ്പെടുന്ന സംഭവം ഉണ്ടായത്. അത് ഒരു സൈഡിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ PV അൻവറിൻ്റെ പോരാട്ടം തുടങ്ങിയപ്പോൾ PV അൻവർ പറഞ്ഞു, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചിലർ ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ച് P ശശി, CM രവീന്ദ്രൻ, അതുപോലെ തന്നെ MR അജിത് കുമാർ ADGP, ഇവരൊക്കെ ഒരു കോക്കസിൻ്റെ ഭാഗമാണ്. സ്വർണ്ണക്കടത്ത്, കൊലപാതകം, അതുപോലെ തന്നെ ഫോൺ ചോർത്തൽ, ഇത്തരത്തിലുള്ള എല്ലാ കൊള്ളരുതായ്മകളും ഇവരുടെ പക്കലുണ്ട്. ഇവർ സാധാരണക്കാർക്ക് വേണ്ടി അല്ല നിലകൊള്ളുന്നത്, ഇവർ മാഫിയ സംഘങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന PV അൻവറിൻ്റെ വാക്കുകൾ പുറത്തു വന്നതോടുകൂടി അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് KT ജലീൽ വരുന്നു, തൊട്ടുപിരാലെ കാരാട്ട് റസാഖ് വരുന്നു, അതുപോലെ ഇപ്പോൾ U പ്രതിഭ MLA, വനിതാ MLA വരുന്നു, മന്ത്രി വരുന്നു. ഇനിയിപ്പോൾ ഓരോ മന്ത്രിമാരും ഓരോ MLA-മാരും ഇതൊക്കെ പിന്തുണയ്ക്കും. കാരണം അവരൊക്കെ തിക്താനുഭവം നേരിടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ സർവ്വപുച്ഛവും അടക്കി തല കുനിഞ്ഞ് നിൽക്കണം P ശശിയുടെയൊക്കെ മുന്നേ. പാർട്ടിക്കാർക്ക് അവിടെ യാതൊരു വിലയുമില്ല, അവിടെ വില സമ്പന്നർക്ക് മാത്രമാണ്. ഈ തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. അപ്പോഴാണ് ശ്രീ സുരേന്ദ്രൻ്റെ വിമർശനം വരുന്നത്. സുരേന്ദ്രൻ പറയുന്നത് മല എലിയപ്പെട്ടതുപോലെയാണ് ഈ അന്വേഷണം. ഈ അന്വേഷണം ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ADGP-ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അന്വേഷണം നടത്തി കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിയും. കാരണം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ധാരാളം തെളിവുകൾ MR അജിത് കുമാറിൻ്റെ പക്കലുണ്ട്. അത് MR അജിത് കുമാർ ഏതെങ്കിലും വിധേനയൊക്കെ പുറത്തുവിടും എന്ന ഭയം പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി കസേര തെറിക്കും. അതുകൊണ്ട് MR അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണമൊന്നും സാധ്യമല്ല എന്നാണ് സുരേന്ദ്രൻ്റെ വിമർശനം. ഞാൻ പറഞ്ഞു വരുന്നത് PV അൻവറിൻ്റെ വിമർശനങ്ങൾ വന്ന ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട പിന്തുണ നൽകലുകളാണ്. പ്രതിപക്ഷത്തിൻ്റെ സ്വരത്തിൽ ഭരണപക്ഷ MLA-മാർ സംസാരിക്കാൻ തുടങ്ങി. VD സതീശനും സുരേന്ദ്രനും ഒക്കെ ഒരു പക്ഷത്ത് നിന്ന് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. സുരേന്ദ്രൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ. അതായത് മുഖ്യമന്ത്രി കസേര തെറിക്കും, അതുകൊണ്ട് ഈ അന്വേഷണം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് സുരേന്ദ്രൻ്റെ പക്ഷം. അതേ അവസരം തന്നെ PV അൻവറിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ കൊണ്ട് അല്ലെങ്കിൽ ആരോപണങ്ങൾ കൊണ്ട് പത്തനംതിട്ട മുൻ SP ആയിരുന്ന സുജിത് ദാസിനെതിരെ കസ്റ്റംസും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കസ്റ്റംസിൻ്റെ പ്രിവെൻറ്റീവ് ഓഫീസേഴ്സാണ് ഇത് അന്വേഷിക്കുന്നത്. കാരണം മലപ്പുറം ജില്ലയിൽ SP ആയിരിക്കെ സുജിത് ദാസ് ധാരാളം സ്വർണ്ണവേട്ട നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് കേസുകൾ പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചെടുത്ത സ്വർണവും കോടതിയിൽ സമർപ്പിച്ച സ്വർണത്തിൻ്റെയൊക്കെ അളവ് തുല്യമാണോ? ഇവർക്കെതിരെയുള്ള ആരോപണം, ഈ സുജിത് ദാസ് സ്വർണം പിടിച്ചെടുക്കുന്നു, അത് കസ്റ്റംസിൽ നിന്നും അതുപോലെ തന്നെ വിമാനത്താവളത്തിനകത്തുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും കിട്ടുന്ന രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ചേസ് ചെയ്ത് ഈ പ്രതികളെ പിടിക്കുന്നത്. പ്രതികളെ പിടിച്ച് ഇപ്പോൾ 50 കിലോ സ്വർണം പിടിക്കുകയാണെങ്കിൽ അതിൽ 30 കിലോ മാത്രമേ ചിലപ്പോൾ കോടതിയിൽ പോവുകയുള്ളൂ. ബാക്കി 20 കിലോ സ്വർണവും ഇവർ മുക്കും. അങ്ങനെയൊക്കെയുള്ള സ്വർണ്ണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം. ആ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സുജിത് ദാസിനെതിരെ IPS ഉദ്യോഗസ്ഥനെതിരെ കസ്റ്റംസും അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ PV അൻവർ ഒരു കൊടുങ്കാറ്റായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ കൊടുങ്കാറ്റിനെ ചെറുകാറ്റുകളുടെ രൂപത്തിൽ ആളുകൾ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ആളുകൾ ഇങ്ങനെ പിന്തുണയ്ക്കുകയാണ്. നമുക്കറിയാം ഏതൊക്കെ തലതെറിക്കും, ഏതൊക്കെ തലയിലെ തൊപ്പി തെറിക്കുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.